ഹായ്, എൻ്റെ പേര് അനിൽകുമാർ. പെരുമ്പിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോ നടത്തുന്നു. ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബില്ലിനെ കുറിച്ചായിരുന്നു. എങ്ങനെ വന്നാലും ഒരു മാസം മന്ത്ലി ബില്ല് വരുമ്പോൾ ഒരു 25,000-30,000 ബില്ല് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതെങ്ങനെ റെഡ്യൂസ് ചെയ്യണതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സോളാർ എന്ന സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നത്. നമുക്കിപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ, മറ്റിപ്പോൾ നമ്മൾ ഓൺ ഗ്രിഡാണ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ, KCBയുടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിൽ ഒരു സാധനവും വർക്ക് ചെയ്യാൻ പറ്റില്ല. സിസ്റ്റം അടക്കം ഒന്നും വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയുകൊണ്ട് ഞാൻ ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് തന്നെ മാറി. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നു. ഈ ഒരു മാസം എനിക്ക് വളരെ നല്ല, അത് കറണ്ട് ഓഫ് പോയിട്ട് എനിക്ക് കസ്റ്റമറെ മടക്കി അയക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടില്ല. അതിന് താങ്ക്സ് സെക്യൂറ. സോളാർ സിസ്റ്റത്തിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ്റ് വരുന്നിരിക്കുന്ന ഹൈബ്രിഡ് സോളാറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഹൈബ്രിഡ് ചെയ്ത ഒരു സ്ഥലത്ത് ഏറ്റവും വലിയ പോസിറ്റീവ് അല്ലെങ്കിൽ ഗുണം കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KCB അല്ലെങ്കിൽ കറണ്ട് ഓഫ് ആവുന്നൊരു സിറ്റുവേഷൻ വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ എനർജി സ്റ്റോർ ചെയ്യുക എന്നുള്ളതിലായിരിക്കും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ലിഥിയം ബാറ്ററിയാണ്. ഡൈനസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലിഥിയം ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സ്പോർട്ട് അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന എനർജി ഉണ്ടെങ്കിൽ അത് നേരെ KCBയിലോട്ട് കൊടുക്കാനും സാധിക്കും. ഇവിടെ എൻ്റെ പിറകിൽ കാണുന്നത് സ്ട്രിംഗ് ഇൻവെർട്ടറിലെ ഹൈബ്രിഡ് ടെക്നോളജി. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ എന്ന് പറയുന്നത് സൺവൈസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഈ ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് ഇൻവെർട്ടറാണ്. 10 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.